ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് കോർപ്പറേഷനിൽ BJPക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത് വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ, മതേതര രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിൻ്റെ സമാധാനവും സാഹോദര്യവും സഹവർത്തിത്വവും നിലനിർത്തുന്നതിനാവശ്യമായ യോജിച്ച നിലപാട് സംഘപരിവാറിൻ്റെ വിഷയത്തിൽ സ്വീകരിക്കണമെന്നാണ് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. കേരളം ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നേരിടുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യാം. വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ച ഒരു ഭരണകൂടം എന്ന അർത്ഥത്തിൽ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ അത്തരം ഭരണ നേട്ടങ്ങളോ വികസന പദ്ധതികളോ അല്ല നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ ചർച്ചയിൽ മുഴച്ചു നിന്നത്. മറിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതസംഘടനയെ, ഒരാദർശ പ്രസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ശക്തമായി നടന്നത്. CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും അവസരം കിട്ടിയ ഘട്ടത്തിലെല്ലാം ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി, ആയുധമാക്കി അങ്ങേയറ്റം അപകടകരമായ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിനാണ് കേരളത്തിൽ നേതൃത്വം നൽകിയത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതാദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രം പയറ്റുന്ന ഒരു തന്ത്രമായിട്ടല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളിത് അനുഭവിക്കുന്നത്. നേരത്തെ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇതേ സമീപനമാണ് CPM സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് നിലമ്പൂർ ഇലക്ഷനിലും CPM ഇതേ സമീപനമാണ് സ്വീകരിച്ചത്. പാലക്കാടിലെ ജനത ഇതിന് കൃത്യമായ തിരിച്ചറിവ് നേടിയെടുക്കാൻ പറ്റുന്ന സ്വഭാവത്തോടു കൂടിയുള്ള തിരുത്ത് സൃഷ്ടിക്കാൻ കഴിയും വിധമുള്ള പ്രതികരണമാണ് ഇലക്ഷനിൽ നൽകിയത്. പക്ഷേ CPM അതിനെക്കുറിച്ച് വീണ്ടും വിചാരം നടത്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് അതേ സമീപനം നിലമ്പൂർ ഇലക്ഷനിലും CPM സ്വീകരിച്ചു. അങ്ങേയറ്റത്തെ പദാവലികൾ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ പ്രയോഗിച്ചു. നിലമ്പൂരിലും, സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിലും പ്രബുദ്ധരായ നിലമ്പൂരിലെ ജനത വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് നടത്തിയത്. അതിൽ നിന്നും CPM പാഠം പഠിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് ഇലക്ഷനിൽ സമാനമായ സമീപനമാണ് CPMൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പാലക്കാട്ടുകാർ കൊടുത്ത സന്ദേശം, നിലമ്പൂരിൽ നിന്ന് കിട്ടിയ സന്ദേശം, അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സമാനമായ സ്വഭാവത്തിൽ CPMന് പകർന്നു കൊടുത്ത ഇലക്ഷനായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുക, കേരളത്തിലെ മുഴുവൻ ജനതയും നടത്തിയ വിധിയെഴുത്തിനെ വസ്തുനിഷ്ഠമായ വിലയിരുത്തലിന് വിധേയമാക്കാൻ CPM സന്നദ്ധമാകണം. CPM ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തെക്കുറിച്ച് പുനരാലോചന നടത്താൻ സന്നദ്ധമാകണം. ധ്രുവീകരണ രാഷ്ട്രീയം അപകടകരമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് CPMന് ഇത് അപകടകരമാണ്, കേരളത്തിന് ഇത് അപകടകരമാണ്. കേരളത്തിൻ്റെ ഏറ്റവും സാഹോദര്യത്തിലും സൗഹൃദത്തിലും അധിഷ്ഠിതമായ സാമൂഹ്യ സംവിധാനത്തിന് ഇത് അപകടകരമാണ്. അതുകൊണ്ട് ഇടതുകൂടിയുള്ള കേരളമാകണം കേരളം എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അഭിപ്രായമുണ്ട്. സംഘപരിവാറുള്ള കേരളമല്ല, ഇടതും വലതുമുള്ള ഇരുമുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ചും മത്സരിച്ചും കേരളത്തിൻ്റെ ബഹുസ്വര അന്തരീക്ഷം നിലനിൽക്കുന്ന, ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM കുറച്ച് കാലങ്ങളായി വെച്ചു പുലർത്തുന്ന സമീപനങ്ങൾ അല്ലെങ്കിൽ ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ നിന്ന് പുനരാലോചനയ്ക്ക് സന്നദ്ധമാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ 10 വർഷം കേരളത്തിലുടനീളം നടന്ന CPMൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ സമീപനം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഹെയ്റ്റ് സ്പീച്ച് നടത്തുകയും ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്നവർക്ക് നിർബാധം അത് നടത്താനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേരളത്തിൽ CPM സ്വീകരിച്ചത്. ഏറ്റവും അവസാനം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം CPM മുൻകൈയെടുത്ത നവോത്ഥാന സമിതിയുടെ ചുമതലക്കാരനാണ്. അദ്ദേഹം
സമുദായത്തിൻ്റെ വിഷയം പറയുന്നതിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ നമ്മളൊക്കെ സന്നദ്ധമാണ്. അദ്ദേഹം മലപ്പുറത്ത് വന്ന് നടത്തിയ സ്പീച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതൊരു രാജ്യമാണ്, ഇവിടെ ജീവിക്കുക പ്രയാസമാണ്, ശ്വാസം കഴിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത് നടത്തിയ പ്രഭാഷണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അധികാരമെല്ലാം പിടിച്ചടക്കാൻ പോകുന്നു. യഥാർത്ഥത്തിൽ നിലവിൽ ഭരണ സംവിധാനത്തിനകത്തും ബ്യൂറോക്രസിക്കകത്തും ഉദ്യോഗമണ്ഡലങ്ങളിലുമൊക്കെയുള്ള ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും നിലവിലുള്ള സംവരണ സംവിധാനം വരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പലപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അന്യായമായും അനധികൃതമായിട്ടും എന്തെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പേര് സാമുദായിക അന്തരീക്ഷം തകർക്കരുത്. അത്രയേറെ വിഷം തുപ്പുന്ന പ്രഭാഷണം അദ്ദേഹം നടത്തിയതിന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രീ വെള്ളാപ്പള്ളിയുടെ നാവിൽ സരസ്വതി വിലാസം വിളയാടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ നവോത്ഥാന നായകനായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. ഇത് അവിടെ നിന്നിട്ടില്ല. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ് അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാം ഒരു മതപുരോഹിതൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. തിരുത്താം, അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അതായിരുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷം, അതായിരുന്നില്ല കേരളത്തിലെ CPM. തുടർന്ന് നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, വെറുപ്പുൽപാദിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ കേരളത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ പറയാം, സൂംബ ഡാൻസുമായൊരു തീരുമാനമുണ്ടായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന്. സൂംബ ഡാൻസ് വിദ്യാർത്ഥികളുടെ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് സജസ്റ്റ് ചെയ്തൊരു കാര്യം. അതിനോട് എൻ്റെ പ്രിയ സുഹൃത്ത് TK അഷ്റഫ്, ഒരു മതസംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ, അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞു അതല്ലാത്ത ഓപ്ഷനും ഉണ്ടാകും, അതുകൊണ്ട് അതിനെക്കുറിച്ച് പുനഃപരിശോധന നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു.